ബിഗ് ബോസ് മലയാളം സീസൺ 6 70 എപ്പിസോഡുകൾ പിന്നിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഗെയിമിന്റെ അവസാന ലാപ്പിനെ കുറിച്ച് സായിയും അഭിഷേകും തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇതിനെക്കുറിച്ച് സായി പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ഇതുവരെ നിന്നതുപോലെ നിൽക്കുമായിരിക്കാം, പക്ഷേ നമ്മൾക്ക് ചുറ്റുമുള്ളവരുടെ ചാട്ടം എക്സ്പെക്ട് ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം എന്ന്. ഇത് വളരെ കൃത്യമായ കാര്യമാണ്. കാരണം ഇതുവരെ ഒരേ ഗെയിം ഒരേ ടീമായി നിന്നവരും അല്ലെങ്കിൽ വ്യത്യസ്ത ടീമുകളായി നിന്നവർക്കും ഇടയിലുണ്ടാകാവുന്ന പലതരത്തിലുള്ള ചാഞ്ചാട്ടങ്ങളും പുതിയ ഗ്രൂപ്പുകളും പ്രതീക്ഷിച്ചു വേണം ഓരോ മത്സരാർത്ഥിയും പുതിയ തന്ത്രങ്ങൾ മെനയാൻ. അതേസമയം ഇത്തരം മാറ്റങ്ങളും ഇത്തരം സിറ്റുവേഷൻഷിപ്പുകളും പുതിയ ഗെയിം സ്ട്രാറ്റജികളും അംഗീകരിച്ച് ഇതൊരു ഗെയിമിൻ്റെ പാർട്ടാണ് എന്ന് കരുതി തന്നെ ബാക്കിയുള്ളവർ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടിലും ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഓരോ മത്സരാർത്ഥിക്കും സംഭവിച്ചാൽ ഒന്നുകിൽ മറ്റുള്ളവർക്കിടയിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാമെന്ന് എക്സ്പെക്ട് ചെയ്യാതിരിക്കുകയും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ ഡിസ്റ്റർബ്ഡ് ആവുകയും ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അത് അംഗീകരിക്കാതെ അക്സെപ്റ്റ് ചെയ്യാതെ പോയാൽ അതുകൊണ്ടുണ്ടാകുന്ന മുന്നോട്ട് വരുന്ന ഭവിഷ്യത്തുകൾ മൂലവും ഒരു മത്സരാർത്ഥി ഗെയിമിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം ട്രാക്ക് തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ എന്തും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ മാത്രമേ ബിഗ് ബോസിന്റെ അന്ത്യദിനങ്ങളിലേക്ക് അവസാന വാരത്തിലേക്ക് എത്താൻ ബിഗ് ബോസ് വീട്ടിലെ നിലവിലെ മത്സരാർത്ഥികൾക്ക് കഴിയുകയുള്ളൂ. ഈ കാര്യത്തിൽ സായി പറഞ്ഞത് 100% ശരിയാണ് താനും. ഫാമിലി വീക്ക് നടക്കുന്നതിനിടയിൽ ഇവർ പറഞ്ഞ ഈ കാര്യങ്ങൾ 11ാമത്തെ ആഴ്ചയിലെത്തിയപ്പോൾ വളരെ കൃത്യമായി സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 10ാം ആഴ്ചയുടെ വീക്കെൻഡ് എപ്പിസോഡ് 11ാം ആഴ്ചയുടെ മധ്യത്തിൽ നടക്കുന്ന സമയം മുതൽ ഇതോടുകൂടി ബിഗ് ബോസും ഗെയിമിന്റെ രീതികൾ ഒന്ന് മാറ്റാനുള്ള തന്ത്രങ്ങൾ ബിഗ് ബോസ് വീടിനുള്ളിൽ പയറ്റിയിട്ടുണ്ട്. ഇതോടെ മത്സരാർത്ഥികളുടെ ഗെയിമിന്റെ വീര്യവും അതുപോലെ തന്നെ പരസ്പരമുള്ള മനോഭാവങ്ങളും സ്ട്രാറ്റജികളും എല്ലാം മാറിയിട്ടുണ്ട്. ഈ പുതിയ സ്ട്രാറ്റജികളിലും പുതിയ നീക്കങ്ങളിലും ആരൊക്കെ അതിജീവിക്കും, ആരൊക്കെ വീഴും എന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്.